മക്കളെ, ഒരു മൊഞ്ചുള്ള നല്ല മൊഞ്ചത്തി ഒരു നെച്ചോറായാലോ? ഞാനേ ഏറ്റവും നല്ല നെച്ചോറ് കഴിച്ചത് എനിക്കിവിടെ അടുത്ത് ഒരു പള്ളിയിൽ നിന്ന് കുറച്ച് ചോറ് കിട്ടിയപ്പോഴാട്ടോ. അത് കഴിച്ചപ്പോൾ ഞാൻ അതിൻ്റെ എൻ്റെ പൊന്നെ, എല്ലാം കൂടി ഇട്ട് വെക്കുന്നതുകൊണ്ടായിരിക്കും ഇത്ര ടേസ്റ്റ് എന്ന് വിചാരിച്ചു. പക്ഷേ ശരിയാട്ടോ, അതൊരു പ്രത്യേക സ്വാദാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് എത്തിയില്ല. ഈ റെസിപ്പി എനിക്ക് ഏകദേശം ഒന്ന് ഒത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വേണ്ടി ഒരു ചെറിയൊരു സവോള, കുറച്ച് പച്ചമുളക്, 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കുക. 1 സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതേ നെയ്യിൽ തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ നെയ്യ് ഒഴിച്ചതും. അത് ആദ്യമേ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു. അപ്പോൾ പിന്നെയും നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ഉപയോഗിച്ചത് വറുക്കേണ്ടി വരത്തില്ല. ഇനി നമ്മൾ കുറച്ച് ബേസിക് സ്പൈസസ് എല്ലാം കൂടി ഇട്ടു. അതായത് 2 ഗ്രാമ്പു, 4-5 ഏലയ്ക്ക, കുറച്ച് പട്ടയും കൂടി ചേർത്ത് ആ എണ്ണയിലൊന്നിട്ട് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില സാധാരണ നമ്മുടെ നെയ്ച്ചോറിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നന്നായിട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, എന്നാലും കുറച്ചിടാം. എന്നിട്ട് 2 നല്ല പഴുത്ത തക്കാളി നോക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നല്ല വഴണ്ടൂന്ന് അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി നല്ല ഉടഞ്ഞ് ചേരും. ഞാൻ ഇവിടെ ഒരു 1.5 സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഉപ്പിനാവശ്യമായ നമ്മുടെ രുചിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇതാക്കണം. പിന്നെ ഞാൻ ഇവിടെ കൈമ അരിയാണ് എടുക്കുന്നത്. നെയ്ച്ചോറിന് കൈമ അരി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി വെച്ചിരുന്നതാണേ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ആ നെയ്യിലും ആ ഒരു മസാലയിലും ഒക്കെ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാനിതിൽ പ്രത്യേകം എടുത്തു പറയുന്നു, ഇതിൻ്റെ അൾട്ടിമേറ്റ് ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ടോട്ടലി ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് ഏകദേശം 1 ഗ്ലാസ് തേങ്ങാ പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഇവിടെ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ. അപ്പോൾ ഇനി 5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് സിമ്മിലിടുക. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിയില വെള്ളം ഒഴിച്ചതിന് ശേഷം, വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് മല്ലിയില ഇടുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ച് ബാക്കി വെള്ളം വറ്റിച്ചെടുക്കുക. തീ നല്ല സിമ്മിൽ വയ്ക്കുക. അതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. ഈ വെള്ളം നന്നായിട്ട് സിമ്മിലിരുന്ന് പറ്റി കഴിയുമ്പോൾ ചോറ് നല്ല പാകമായി കിട്ടും. ഒരു രീതിയിലും കട്ട പിടിക്കുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നുമില്ല. ആദ്യമേ നല്ല ചൂടോടെ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല പറന്നിരിക്കും. ഒരു ചോറ് ഒന്നിൽ വിടാത്ത രീതിയിൽ ഇരിക്കും. അടിപൊളി നെച്ചോറാണ്. ഒരു ഇച്ചിരി പരിപ്പും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളി. ഒരു വറുത്ത ചിക്കനും കൂടെ ഉണ്ടെങ്കിലോ സെറ്റ് തന്നെ. ഇവിടെ ഞാൻ എൻ്റെ പ്ലേറ്റ് എങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ചോറ് നല്ല പറന്നിരിക്കുന്നത്. ഒന്നിൽ തൊടാണ്ട് അടിപൊളി നെച്ചോറ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി 2 ചിക്കൻ വറുത്തത്, പിന്നെ ഒരു പൈനാപ്പിൾ, പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ കറി വെച്ചത്, പിന്നെ പരിപ്പും പപ്പടവും. ഇതിൻ്റെ മെയിൻ താരം ആ പരിപ്പും പപ്പടവും ചിക്കൻ ഫ്രൈ ആട്ടോ. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേ.